ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മൈ ദീപക് മലയാള വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാമെന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ അധികം അന്യഭാഷ ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നത്. മലയാള ചിത്രങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാനേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് സമയമൊന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്റ്റോളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭിഷേക് ബാനർജി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിന്ദി ഒരു ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിലൂടെ താന്ന ചിത്രമായിരുന്നു സ്റ്റോളൻ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജാട്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സണ്ണി ഡിയോൾ, രൺദീപ് ഹൂഡ, രജീന കസാൻഡ്ര, അതുപോലെ തന്നെ രമ്യ കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു മാസ് മസാല ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ താന്ന ചിത്രമായിരുന്നു ജാട്ട് എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദി തെലുങ്ക് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗജന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വേദിക, അതുപോലെ തന്നെ ചാന്ദിനി തമിഴരശൻ, യോഗി ബാബു, രാജേന്ദ്രൻ, രാജേഷ് പേരാടി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഫാന്റസി ത്രില്ലർ കാറ്റഗറിയോട് തന്ന ചിത്രമായിരുന്നു ഗജന എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ അക്കൗണ്ടന്റ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ദ അക്കൗണ്ടന്റ് 2 എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പാത്ത് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നവാഗതരായിട്ടുള്ള ആഷിഖ് അബൂബക്കർ, അതുപോലെ തന്നെ ഗൗതമി ഗോപാലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ കാറ്റഗറിയിലൂടെ താവുന്ന ചിത്രമാണ് പാത്ത് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാള ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് മനോരമാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ രജനികാന്ത്, വിഷ്ണുശാൽ, വിക്രാന്ത്, തമ്പി രാമയ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രജനികാന്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ 6-ാം തീയതി സൺനെസ്റ്റിലൂടെ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ദേവിക ആൻഡ് ഡന്നി എന്ന് പറയുന്നിട്ടുള്ള ഒരു തെലുങ്ക് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഋതു വർമ്മ, അതുപോലെ തന്നെ സൂര്യ ദേശ്കിട്ട എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ് ദേവിക ആൻഡ് ഡന്നി എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ചഹൽ കപ്പട്ട് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. സിമ്രൻ സാഹു, തൂനിയ ദാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസാണ് ചഹൽ കപ്പട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഹിന്ദി ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ C5-ലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ C5-ലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിയർ ഡാഡി എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇതിലെ ആക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആരാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. തെലുങ്ക് മൂവിയാണ്. ഈ ചിത്രം തെലുങ്ക് പ്രാദേശിക OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ETV വിന്നിലൂടെ ഈ വരുന്ന ജൂൺ മാസം 8-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ തെലുങ്ക് ണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമ കാണാം. അപ്പോൾ ETV വിന്നിലൂടെ ചിത്രം കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ തെലുങ്ക് ചിത്രങ്ങളും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഷയിലും ചിത്രങ്ങൾ വരണം, OTT പ്ലാറ്റ്ഫോമിലൂടെ വരണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ ഭാഷയുടെ ചിത്രങ്ങളും പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ETV വിന്നിലൂടെ ഈ വരുന്ന ജൂൺ മാസം 8-ാം തീയതി ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പടക്കളം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, അതുപോലെ ഷാഫ് ബ്രോ,
സന്ദീപ് പ്രദീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഫാൻറ്റസി ത്രില്ലർ കാറ്റഗറിയിലോട്ട് താമസിച്ച ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 10-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡീസ് ബഡ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. പ്രേക്ഷകർ ഒരുപാട് വട്ടം കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഡൊമിനിക്കൻ ലേഡീസ് ബഡ്സ് എന്ന് പറയുന്ന ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം മലയാളം ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു സർപ്രൈസ് റിലീസ് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഒരു റൂമർ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. റാണ നായിഡു എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. 2023 ഒരു ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു റാണ നായിഡു എന്ന് പറയുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോട് തന്ന ഒരു വെബ് സീരീസാണ്. റാണ ദഗ്വട്ടിയും അതുപോലെ വെങ്കടേഷ് ദഗ്വട്ടിയും എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലോട് തന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു റാണ നായിഡു എന്ന് പറയുന്നത്. ആ ഒരു വെബ് സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അക്ഷയ് കുമാർ, S മാധവ്, അനന്യ പാണ്ഡ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് ഡൂം ഡ്രാമ വിധത്തിലോട്ട് തന്ന ഒരു ചിത്രമായിരുന്നു കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഹിന്ദി ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ നസ്രീൻ ഗഫൂർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ സന്ദീപ് പ്രദീപ് അതുപോലെ തന്നെ ലുക്മാൻ അവറാൻ എന്നിവൂടി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ വിധത്തിലൂടെ താമസ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളത്, സോണി ലീവോടെ റിലീസ് ചെയ്യുന്നുള്ളത്. ഒഫീഷ്യലി ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും സർപ്രൈസ് റിലീസായിട്ടൊന്നും സോണി ലീവിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് റിലീസ് ചെയ്യില്ല. മേ ബി ചിത്രം തോന്നുന്നു ജൂൺ മാസം 13-ാം തീയതി നെക്സ്റ്റ് വീക്കിലായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കാവുന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മോഹൻദൻ അതുപോലെ തന്നെ നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിധത്തിലും എടുത്താൽ ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമും സിംപ്ലി സൗത്താണ്. സിംപ്ലി സൗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം ഈ വരുന്ന ജൂൺ 13-ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജു വർഗീസ് അതുപോലെ തന്നെ സൈജു കുറുപ്പ്, ജോണി ആൻ്റണി, ശ്രുതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോമഡി ഡ്രാമ വിധത്തിലോട്ട് തന്ന ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സൈന പ്ലേ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി സൈന പ്ലേയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപ്, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ അതുപോലെ തന്നെ മഞ്ജു പിള്ള, ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലൂടെ തന്ന ഒരു ഫാമിലി മൂവിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത്, മനോരമാക്സ്, ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ആമസോൺ പ്രൈമിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ അതുപോലെ തന്നെ റോണി ഡേവിഡ്, അൽ അമീൻ അതുപോലെ തന്നെ സിജു വിൽസൺ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം കുഴപ്പമില്ലാത്തൊരു അനക്കം സൃഷ്ടിച്ച് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിലോട് കൂടിയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.